മോളെ ഫോൺ അടിക്കണ കേൾക്കണില്ലേ? ഹസ്ബൻഡാ. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. വെറുതെ ഫോൺ എടുത്ത് കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ദേ ഞാൻ എത്തി. നീ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? നീ എവിടെ എത്തി? നമ്മുടെ വീടിന്റെ മുകളിലൊരു തേങ്ങ വീണ് 4-5 ഓടാ പൊട്ടിപ്പോയത്. അതും ആ ബെഡ്റൂമിന്റെ മുകളിൽ തന്നെ വീണു. എന്നിട്ട് എന്തായാലും നമുക്ക് ആ ഓട് വേഗം മാറ്റണം. സാരല്ല, ഞാൻ എത്തി. മോള് സ്കൂളിൽ നിന്ന് എത്തിയോ? അവളിതേ പൂച്ചയെ കളിപ്പിച്ചോണ്ടിരിക്കണു. പിന്നെ അവളുടെ പതിവ് തെറ്റിക്കണ്ടാട്ടോ. അവളുടെ പതിവ് തെറ്റിക്കുന്നില്ല. പരിപ്പോടെ ചൂടുള്ളതല്ലേ, ഞാൻ മേടിച്ചോണ്ട് വരാം. പോരെ? തേങ്ങയ്ക്കാണെ വിലയില്ല. ഓടാണെങ്കിൽ 4 എണ്ണ പൊട്ടിയത്. ഓടൊരെണ്ണം മേളിൽ കയറണമെങ്കിൽ 500 രൂപ കൊടുക്കണം. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ തെങ്ങങ്ങ് മുറിച്ചു കളഞ്ഞൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, വാടക വീടായി പോയില്ലേ. ഇനി മുറിക്കാന്ന് വെച്ചാൽ തന്നെ 1000 രൂപ തന്നെ വേറെ വേണ്ടി വരും. ഒരു ടീച്ചർക്ക് അതിനുള്ള ശമ്പളമൊന്നും ഇല്ലെന്നേ. 20 വയസ്സിൽ വിവാഹം, ഒളിച്ചോട്ടായിരുന്നു. ഓട്ടത്തിന്റെ സ്പീഡ് പോലെ തന്നെയാ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചത്. 4ാം ക്ലാസ് പഠിക്കുന്നു. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും കല്യാണ ബ്രോക്കറിങ് എത്തില്ലേ. പെൺകുട്ടികളാ, എപ്പ വളർന്നൂന്ന് ചോദിച്ചാ മതി. ഇപ്പോഴേ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ചേച്ചി. അതെ, പോകുന്ന വഴിക്ക് ഒരു പാക്കറ്റ് മാങ്ങച്ചാറ് വാങ്ങി മോക്ക് കൊടുത്തേക്കണേ. അതെന്താ ചേച്ചി, ഇന്നൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ മോൾക്ക്? ഒന്നും പറയണ്ട എന്റെ സണ്ണി, ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ലേറ്റ് ആയിട്ട് എണീറ്റ്, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതെന്താ ചേച്ചി? തേങ്ങ വീണ് ഓട് പൊട്ടിയപ്പോ അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റിയില്ലെന്നാ പറഞ്ഞ്. സണ്ണി ചെന്നാട്ടെ. എല്ലാരും കേറിയില്ലേ മക്കളെ? എന്താ അവനൊരു ഇളക്കം? ഇപ്പൊ മനസ്സിലായോ ഞാനൊരു സ്കൂട്ടി വാങ്ങാൻ പറഞ്ഞതിന്റെ കാര്യം? മൊത്തം തുകയുടെ 1/3 കൊടുത്താ പുതിയൊരെണ്ണം വാങ്ങാം. അതിന്റെ മോളിൽ പോകുന്ന ഗമ എവിടെ കിട്ടാനാ? അത് ശരിയാ. പിന്നെ ഓട്ടോക്കാരുടെ സ്വഭാവം അറിയാലോ, മുട്ടുവിൻ തുറക്കപ്പെടുന്ന ബൈബിളിൽ പറയുന്നേ. അത് തന്നെയാ ഈ ഇളക്കത്തിന് കാരണം. മോർണിംഗ്. ആലീസ് ടീച്ചർ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ എത്തിയാ നേരത്തെ പോവാല്ലേ? ആലീസ് ടീച്ചർ ആണല്ലോ ഇവിടുത്തെ റോൾ മോഡൽ. എന്തു പറഞ്ഞാലും ആലീസ് ടീച്ചറെ കണ്ടു പഠിക്കണം എന്നാണല്ലോ HMന്റെ ഓർഡർ. അങ്ങനൊരു തീരുമാനം HM എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് അനുസരിക്കാം ബാക്കിയുള്ളവര്. പപ്പ, അമ്മ എന്നെ കൃത്യം 5 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നീ ഇങ്ങനെ ഓടിപ്പടഞ്ഞെത്തേണ്ട കാര്യമൊന്നുമില്ല. ആ ടീച്ചർമാരോട് ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് പോന്നാ പോരെ? ഞാൻ പോയി ചായ എടുക്കട്ടെ. പ്രായമായൊരു മോളും കാലോണ്ടും മേലാത്ത ഭർത്താവും വീട്ടിലുള്ളപ്പോ എനിക്കെങ്ങനെ മറ്റുള്ളവരെ കാര്യം നോക്കി നിൽക്കാൻ പറ്റുക? ഞാനിപ്പോ അമ്മ മാത്രല്ല, ഈ വീടിന്റെ ബോഡി ഗാർഡും ക്ലീനറും കുക്കും എല്ലാം കൂടെ ഒരു പ്രസ്ഥാനല്ലേ. അതുകൊണ്ട് മാത്രാണോ അമ്മ സ്കൂളിൽ വിട്ട് ഓടിപ്പടിഞ്ഞു വന്നേ? നീ പറഞ്ഞു വരുന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ,
നിന്റെ അമ്മയ്ക്ക് സഭാകമ്പം എന്നൊരു സംഗതിയുണ്ട്. അതങ്ങ് സമ്മതിച്ചെന്ന പോരെ. അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. സ്കൂളിലെ പാരന്റ്സ് ഡേ മീറ്റിംഗിന് സംസാരിക്കാനേ ആ ഹേമ ടീച്ചർ എന്റെ പേരും കൂടി എഴുതി ചേർത്തു. അല്ലെങ്കിൽ അവൾക്ക് എന്നെ കാണുമ്പോ ഒരു ഇളക്ക. ആ ലിസ്റ്റ് കണ്ടപ്പോഴേ എന്റെ മുട്ട രണ്ടും വരയ്ക്കാൻ തുടങ്ങി. ഒടുവിലമ്മ ആരും കാണാതെ സ്കൂളിൽ നിന്ന് മുങ്ങിയില്ലേ? എന്റെ ആലീസേ, ഇങ്ങനെ തുടങ്ങിയ നിന്റെ കാര്യം പോക്കാട്ടോ. നീ എല്ലാ കാര്യത്തിലും ഒറ്റപ്പെട്ടു പോവും. അതെ, എന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ രണ്ടുപേരും എന്നെ ഒറ്റപ്പെടുത്താതിരുന്നാ മതി. വാ രാഹുൽ, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ? പറയാം. സോണിക്കെന്നെ വിശ്വാസല്ലേ? എന്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അച്ഛന് എന്നോട് എപ്പോഴും ദേഷ്യ. എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്നൊന്ന് പറയണം. എന്തിനതൊക്കെ? ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ മാത്രം. അച്ചായ, സോണിമോൾ എന്താ ഇത്ര നേരമായിട്ട് വരാത്തെ? സമയം 5 കഴിഞ്ഞല്ലോ. എന്റെ ആലീസ്, നീ ഒന്ന് വിഷമിക്കാണ്ടിരിക്കുക. അവള് കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. നിന്നെ പോലെ അല്ലല്ലോ അവള്. അച്ചായൻ എന്തു പറഞ്ഞാലും സ്കൂൾ വരെ ഞാനൊന്ന് പോയി നോക്കട്ടെ. പകലോൻ മറഞ്ഞ സന്ധ്യ വഴി കാട്ടി നിൽപ്പുമെൻ ദൈവമെവിടെയോ. തിരിതാഴ്ത്തി പകലോൻ മറഞ്ഞ സന്ധ്യ വഴി കാട്ടി നിൽപ്പുമെൻ ദൈവമെവിടെയോ. വീട്ടിൽ വന്ന പഠിപ്പും കളിയും തന്നെ. പ്രത്യേകിച്ച് കൂട്ടുകാരില്ല അവൾക്ക്. സ്കൂളിൽ പ്രത്യേകിച്ച് കൂട്ടുകാരെ കണ്ടതായി ഓർക്കുന്നില്ല. പിന്നെ MLA സാജൻ സാമുവലിന്റെ കുട്ടിയുമായി ഒരിക്കൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു അടുപ്പം ചിലപ്പോ ഒരു കൂട്ടുകെട്ടിന് സാധ്യത ഉണ്ടാക്കിയേക്കാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായി ആലീസ് ഓർക്കുന്നുണ്ടോ? ഇല്ല മാഡം. ഇപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും ആരോ ശ്രദ്ധിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഒരു സംഭവം പറയാം. 10 വരി കവിത എഴുതാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. 30 പേരിൽ നല്ല മാർക്ക് വാങ്ങാൻ സോണിക്ക് കഴിഞ്ഞു. വളരെ ഭംഗിയായി അവൾ മറുപടി എഴുതി കൊണ്ടുവന്നു. ഞാൻ ഓർക്കുന്നു, അവൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു മാഡം. പക്ഷേ എന്റെ സ്കൂളിലെ തിരക്ക് കാരണം ഞാൻ മറന്നുപോയി. പക്ഷെ അവൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇത് എഴുതാൻ ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചപ്പോൾ മൈ ഡാഡ് ടീച്ചർ എന്നാണ് അവൾ പറഞ്ഞത്. ചില കുട്ടികൾക്ക് മമ്മിയേക്കാൾ ഇഷ്ടം ഡാഡിയോടായിരിക്കും. മൈ ഫാദർ ഈസ് മൈ ഹീറോ എന്ന കൺസെപ്റ്റ് നമ്മുടെ കുട്ടികളിലെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. പല പേരൻസും അത് ശ്രദ്ധിക്കാറില്ലെന്നതാണ് വാസ്തവം. കുട്ടികൾ എന്തു പറഞ്ഞാലും അത് ചെവി കൊള്ളാതിരിക്കുക. ഒടുവിൽ അവരെ തേടി ഇങ്ങനെ ദുരന്തങ്ങൾ എത്തുകയാണ് പതിവ്. ആലീസ്, നിങ്ങളൊരു ടീച്ചറല്ലേ? സോണിമോൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ പാരൻസിന് തന്നെയായിരിക്കും. ഇതാണ് കുട്ടിയുടെ അമ്മ. മിസ്സായിട്ട് എത്ര ദിവസമായി പറഞ്ഞേ? അത് ഇന്ന് സ്കൂള് വിട്ട് കാണാതായപ്പോഴാ അറിയുന്നേ. നിങ്ങൾ ഹസ്ബൻഡെ വിളിച്ചു പറഞ്ഞേ നോക്കട്ടെ. മാഡം, ആ പയ്യന്റെ ഫോണിൽ നിന്നാ ഞങ്ങൾ വിവരം അറിയുന്നത്. മാഡത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാവോ? ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തേക്ക്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ശരി സർ. എച്ചമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? മക്കളെ സംരക്ഷിക്കേണ്ട ചുമതല അമ്മയ്ക്ക് മാത്രമല്ല, അച്ഛനും കൂടിയുണ്ട്. ആലീസ്, നീ ഇപ്പൊ എന്നെ മാത്രം കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ കുറ്റപ്പെടുത്തിയല്ല. പെൺകുട്ടികൾ കൂടുതൽ നേരം ഫോണിൽ സംസാരിക്കുന്നതും ഇന്റർനെറ്റിൽ ചെലവിടുന്നതും മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് വാതിലടിച്ച് സംസാരിക്കുന്നതൊക്കെ രക്ഷിതാക്കളായ നമ്മുടെ പരാജയം തന്നെയാണ്. അതിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്കും ജോണിച്ചായനൊന്നും പറ്റില്ല. ആരാ ആലീസേ? ടീച്ചർ പേടിക്കൊന്നും വേണ്ട, കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. കുട്ടി അവിടെ തന്നെ ഉണ്ട്. ടീച്ചറുടെ മോളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടി വരികയായിരുന്നു. അവന്മാരുടെ കയ്യിൽ നിന്ന് കുട്ടി എന്തായാലും രക്ഷപ്പെട്ടു. എന്റെ മോളെവിടെ? മോളവിടെ ഉണ്ട്. മതിൽ കെട്ടി മധ്യനാ മനസ്സിലെ വിടയും ചോര കൊണ്ടു വരമ്പു തീർക്കവേ മതിൽ കെട്ടി മധ്യനാ മനസ്സിലെ വിടയും ചോര കൊണ്ടു വരമ്പു തീർക്കവേ മോളെ, മതിൽ കെട്ടി മധ്യനാ മനസ്സിലെ വിടയും ചോര കൊണ്ടു വരമ്പു തീർക്കവേ മതിൽ കെട്ടി മധ്യനാ മനസ്സിലെ വിടയും ചോര കൊണ്ടു വരമ്പു തീർക്കവേ ദളമരം കേട്ട വഴികള് ഇഴിവീഴുടഞ്ഞു കരയുന്നിതാ മൊഴി പൂത്തു നിന്ന കുളിരോർമകൾ എരിയുന്ന തീച്ചൂളയാകുന്നിതാ താഴ്ത്തി പകലോന്മറഞ്ഞ സന്ധ്യ വഴി കാട്ടി നിൽപ്പുമെൻ ദൈവമെവിടെയോ
പകലോ നിറഞ്ഞ സന്ധ്യ വഴി കാട്ടി നിൽക്കുമെൻ ദൈവമെവിടെയോ. ജനതാ ഹോസ്പിറ്റലിൽ വന്നു ചേരുന്ന ഓരോ ഹ്യൂമൻ ഓർഗൻസുകളും പ്രായം ചെന്നവരുടേതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 15 മുതൽ 20 വരെയുള്ള കുട്ടികളെയാണ്. बॉस ने जो बोला वो सही बोल, सही बोल. നെക്സ്റ്റ് ഇയർ ബോസ് ക്രേസി ടീനേച്ചർ എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ബ്ലൂ വെയിൽ പോലുള്ള ടെക്നിക്കൽ തന്നെയാണ് ബോസ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസും അല്ലാത്തതുമായ കുട്ടികൾ വെരി സൂൺ നമ്മൾ വഴി അഡിക്റ്റ് ആയാൽ അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ ട്രാപ്പിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ വന്നു ചാടും. അങ്ങനെ സംഭവിച്ച ഇവിടുത്തെ ഓരോ അമ്മമാർക്കും ഒരു കുട്ടി എന്ന നിലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹ്യൂമൻ ഓർഗൻസ് 2 ലക്ഷം കുട്ടികളുടേതാണ്. ഏകദേശം 15 crores, 15 കോടി. എനി ഫ്രണ്ട്സ്, ജനതാ ഹോസ്പിറ്റലിന്റെ മറവിൽ നമ്മൾ നടത്തുന്ന ഈ ബിസിനസ് സക്സസ് ആയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലാഭത്തിന്റെ 30% ആണ്. യെസ്, റോയി അലക്സാണ്ടർ വെറും വാക്ക് പറയാറില്ല. ഇപ്പോൾ നമ്മൾ പിരിയുന്നു. ഖാലിദ്, ഓപ്പൺ ദി ഡോർ. ആലീസേ, നീ ഒരു വലിയ അപകടത്തിലേക്കാ ചെന്ന് പെട്ടേക്കണേ. നീ ഇത് പകർത്തിയത് അവരെങ്ങനെ അറിഞ്ഞ നമ്മുടെ ജീവൻ പോലും കാണില്ല. കർത്താവിന്റെ കൃപ കൊണ്ടാണ്. അല്ലെങ്കിൽ 1 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ നമ്മുടെ മോള്. ഇല്ല, സമ്മതിക്കില്ല. ഇത് വെറുതെ വിടാൻ പാടില്ല. ഇതിനെന്തെങ്കിലും ചെയ്തൂടെ? ഇന്ന് നമ്മുടെ മോക്ക് വന്നത് നാളെ വേറെ കുട്ടികൾക്കാ വരാൻ പോകുന്നത്. വെറുതെ വിടരുത്. ഹലോ, അജിത് സാറല്ലേ? എൻ്റെ പേര് ആലിസ്, സ്കൂൾ അധ്യാപികയാണ്. എനിക്ക് സാറിന് നാളെ ഒന്ന് മീറ്റ് ചെയ്യണം. ശരി. ഓക്കെ സർ. ഹായ് മാഡം. ഹായ്, അജിത് കുമാർ. മാഡം അവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാട്ടോ. ഹലോ. ഓക്കെ സർ. ഇതാ. ടീച്ചർ, 5 കോടി വ്യൂവേഴ്സ് ഉള്ള ചാനലിന്റെ ആദ്യത്തെ അനുഭവമാണിത്. ഈ വാർത്ത ലോകത്തിന് മുന്നിലെത്തിച്ചാൽ സമൂഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷനാണിത്. അത് ടീച്ചർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ വിഷ്വൽ ടീച്ചർ എന്നെ ഏൽപ്പിക്കുന്നു, അങ്ങനല്ലേ? ഓക്കെ. ടീച്ചർ ഒന്നും പറയരുത്. അത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ ചാനലിലൂടെ തന്നെയാകണം ആലീസ് ടീച്ചറെ ലോകം കാണേണ്ടത്. ഈ കമ്പനിയുടെ MD എന്ന നിലയിൽ ഞങ്ങളുടെ അപേക്ഷയാണ്. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. 5 കോടി ജനതയോടൊപ്പം എന്ന തലക്കെട്ടിൽ ആലീസ് ടീച്ചർ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ ഈ ചാനലിന്റെ MD എന്ന നിലയ്ക്ക് ഞാനും ഞങ്ങളുടെ സ്റ്റാഫും കാത്തിരിക്കുകയാണ്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. റോയ് അലക്സാണ്ടറുടെ പൊയ്മുഖം വലിച്ചുകീറിയ ഈ സംഭവത്തിന് മുൻകൈയെടുത്ത ആലിസ് ടീച്ചറെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.
ടീച്ചർ ലൈവാണ്, ടീച്ചർക്ക് സംസാരിക്കാൻ കഴിയും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. പക്ഷേ ഒരു സദസ്സിന് മുന്നിലിരുന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. സ്കൂളിലെ സ്റ്റേജിന് മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൈകാലുകൾ വിറച്ചിരുന്ന ഒരു സമീപകാലം ഉണ്ടായിരുന്നു എനിക്ക്. പലപ്പോഴും സ്കൂളിൽ ഞാനൊരു പരിഹാസപാത്രമായിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് പാടാനോ ഓടാനോ ഒക്കെ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നെ അടുത്തറിയാവുന്ന ചുരുക്കം ചിലർക്കൊക്കെ ഇതറിയാം. ഞാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ മാറിയെന്നുള്ളത് അവിടുന്ന് തന്നെ അറിയാം. കുട്ടികളെ പാഠം പഠിപ്പിക്കുന്ന ഓരോ അധ്യാപികയും ഒരു അമ്മയുടെ മനസ്സോടെ അത് നിർവഹിക്കുന്നവരാണ്. മറ്റു ചിലരാവട്ടെ ഒരു ചേച്ചിയുടെയോ അനിയത്തിയുടെയോ റോളിലായിരിക്കും. കുട്ടികളിൽ ആദ്യകാലത്തും തുടർന്നും അമ്മമാർ വഹിക്കുന്ന ചുമതലകൾ വിവരണാതീതമാണ്. അതേപോലെയായിരിക്കണം ഓരോ അധ്യാപികയും. കുട്ടികളുടെ മുന്നിൽ കളിച്ചും ചിരിച്ചും നിൽക്കുന്ന ഓരോ അധ്യാപികയും മനസ്സുകൊണ്ട് അവരുടെ വീടുകളിലെ ഓരോ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുകയാവും. ആ ആവേശത്തിമിർപ്പിൽ അധ്യാപിക മനസ്സുകൊണ്ട് ഒരമ്മയായി രൂപാന്തരപ്പെടുന്നു. ഈ പ്രക്രിയയ്ക്ക് സമൂഹം അവരെ പ്രകീർത്തിക്കുകയാണ് വേണ്ടത്. ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന പരമോന്നത പദവി തന്നെയാണ് ഒരമ്മയുടേത്. ഒരധ്യാപിക അമ്മയാവുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. ഇവിടെ അരങ്ങേറിയ ചില വിപത്തുകളെ സമർത്ഥമായി എനിക്ക് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രം കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ഒരു അദൃശ്യ സാന്നിധ്യം എനിക്കൊപ്പമുണ്ടായിരുന്നു. അന്വേഷണ ഘട്ടത്തിൽ എനിക്കുണ്ടായ ഈ മാറ്റത്തിൽ ഞാൻ സ്വയം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി ഏൽപ്പിച്ചൊരു നിയോഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമുക്കൊക്കെ മക്കളുണ്ട്. ഇതുപോലുള്ള ദുരന്തങ്ങൾ നാളെ നമ്മുടെ വീട്ടുമുറ്റത്തേക്കും വന്നേക്കാം. അവയെ സമചിത്തതയോടെ നേരിടുകയാണ് വേണ്ടത്. ചെറിയ തോതിലല്ല, വലിയ തോതിൽ തന്നെ പ്രതികരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ലോകം നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ട് മാത്രമാവില്ല, തിന്മയ്ക്കെതിരെ പ്രതികരിക്കാത്തവരെ കൊണ്ടുകൂടിയായിരിക്കും. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ സർവ്വശക്തിയും എടുത്തു വരുന്ന പരുന്തിന് കാഴ്ചയിൽ ചെറുതായ തള്ളക്കോഴി വിരട്ടിയോടിക്കുന്ന കണ്ടിട്ടില്ലേ? മനസാന്നിധ്യം ധൈര്യവും ഒരൽപ്പം തന്റേടം ഉണ്ടെങ്കിൽ ഏത് ആക്രമണത്തെയും ചെറുക്കാം, ചെറുത്തു തോൽപ്പിക്കാം. അതിന് തെളിവാണ് ഈ മീഡിയയ്ക്ക് മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ ചെറിയ ഞാൻ. മതിൽ കെട്ടി മധ്യനാ മനസ്സിലെ വിടയും ചോര കൊണ്ടു വരമ്പു തീർക്കവേ. മതിൽ കെട്ടി മധ്യനാ